പാട്ടും കൂത്തും പടപ്പാച്ചിലും സമരവും സംഗീതവും ഉയർത്തിയ നാട് കൂത്തുപറമ്പ്. പഴശ്ശിയുടെ പ്രിയപ്പെട്ട മണ്ണ്, വാഗ്ബടാനന്ദന്റെ കർമ്മഭൂമി. കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു കൂത്തുപറമ്പ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് 16.76 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയാണ്. നഗരസഭയിലെ പാലാപ്പറമ്പിലാണ് നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. MCF, RRF, വെർജി കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ്, വിൻഡ്രോ കമ്പോസ്റ്റ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നു. കൂത്തുപറമ്പ് നഗരസഭയിൽ ആകെ 8.35 ടൺ ജൈവമാലിന്യങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിൻഡ്രോ കമ്പോസ്റ്റിലാണ് തെളിമ യൂണിറ്റ് ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. 2009 ജൂൺ 9 കുടുംബശ്രീ സംരംഭം എന്ന നിലയിൽ 10 വനിതകൾ ചേർന്ന് ആരംഭിച്ചതാണ് തെളിമ യൂണിറ്റ്. 50ഓളം കടകളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ഗുഡ്സ് ഓട്ടോയിൽ ശേഖരിച്ച് പാലാപ്പറമ്പിലെ നഗരസഭ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. 2018 തെളിമ യൂണിറ്റ് അംഗങ്ങൾ സ്വന്തം ചെലവിൽ ഗുഡ്സ് ഓട്ടോ വാങ്ങി പ്രവർത്തനം തുടർന്നു. 2024 ഫെബ്രുവരി മാസത്തിൽ പാലാപ്പറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നഗരസഭയുടെ വിൻഡ്രോ കമ്പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. തെളിമ യൂണിറ്റ് ശേഖരിക്കുന്ന ജൈവമാലിന്യം ഇപ്പോൾ വിൻഡ്രോ കമ്പോസ്റ്റിൽ സംസ്കരിക്കുന്നു. നിലവിൽ ഹോട്ടൽ, ബേക്കറി, പച്ചക്കറി തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. സ്ഥാപനങ്ങളിൽ ജൈവമാലിന്യം ശേഖരിച്ചു വെക്കുന്നതിനായി പ്രത്യേക ബിന്നുകൾ ഒരുക്കിയിട്ടുണ്ട്. ബിന്നുകളിൽ നിന്ന് പൂർണ്ണമായും കവർ ചെയ്ത് ടിപ്പർ ഓട്ടോയിലേക്ക് കയറ്റുന്ന ജൈവമാലിന്യം നേരെ വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റിൽ ചകിരിച്ചോറും ഇനോകുലവുമായി ജൈവമാലിന്യങ്ങൾ മിക്സ് ചെയ്യുകയും 10 ദിവസമായാൽ പൂർണ്ണമായും ഇളക്കിയിടുകയും ചെയ്യുന്നു. 2-3 തവണ വീണ്ടും ഇളക്കിയിടുന്നു. 45-50 ദിവസത്തിന് ശേഷം വളമായി മാറുകയും അരിച്ചെടുത്ത് ചാക്കുകളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. നിലവിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി ഓർഗാനിക് ഷെഡറും വളങ്ങൾ അരിക്കുന്നതിന് മോട്ടോർ സീവിംഗ് മെഷീനും 2024-25 പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. വളം കിലോഗ്രാമിന് 10 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുന്നു. 8 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ ഒരാൾക്ക് 15 ദിവസം തൊഴിൽ ലഭിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 15 ദിവസത്തേക്ക് ഒരാൾക്ക് 7000 രൂപ വേതനം ലഭിക്കുന്നു. ഓട്ടോ ടിപ്പറിന്റെ ഇന്ധന ചെലവടക്കമുള്ള എല്ലാ ചിലവുകളും ഡ്രൈവറുടെ വേതനവും യൂണിറ്റ് തന്നെ വഹിക്കുന്നു. നിലവിലെ സൗകര്യത്തിന് പുറമെ അധിക ശേഖരണത്തിനായി പുതിയ വിൻഡ്രോ ഷെഡിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു വരുന്നുണ്ട്.